രായൻ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ധനുഷ് നായകനെത്തിയ രായൻ എന്ന സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 150 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ടയർ 2 താരത്തിന്റെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ്, ഒപ്പം തന്നെ ആദ്യ 150 കോടി കളക്ഷൻ കടക്കുന്ന സിനിമ കൂടിയായിട്ട് രായൻ മാറിയിരിക്കുകയാണ്. രണ്ടാമത്തേത് മാർവൽ സ്റ്റുഡിയോസിന്റെ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ സിനിമയുടെ കളക്ഷനാണ്. ചിത്രം $1 ബില്യൺ മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. 8600 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം സിനിമ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഇതിൽ 158 കോടിയിലേറെ ഗ്രോസ് കളക്ഷനും നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലാണ്. കേരളത്തിലും സിനിമയുടെ കളക്ഷൻ 7 കോടി പിന്നിട്ടതാണ്. ഇന്ത്യൻ സിനിമകളിൽ അപൂർവമായിട്ടായിരിക്കും ഒരു റിലീസ് സിനിമയെല്ലാം തന്നെ രണ്ടാമത്തെ ഞായറാഴ്ചയല്ല മൂന്നാമത്തെ ഞായറാഴ്ചയും ഇപ്പോഴത്തെ മൂന്നാമത്തെ തിങ്കളാഴ്ചയും മികച്ചൊരു കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത് മുന്നേറുന്നത്. ലാലേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ഇന്നും 3 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ തിങ്കളാഴ്ചയും സിനിമയ്ക്ക് 5 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം സിനിമയുടെ UAE GCC ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം 5000-ലധികം ടിക്കറ്റുകളാണ് UAE GCC രാജ്യങ്ങളിലെ സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടത്. 44 ലക്ഷത്തിന് മുകളിലെ ഗൾഫ് രാജ്യങ്ങളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കൃത്യമായ വേൾഡ് വൈഡ് ഗ്രോസ് അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവരും. അഡിയോസ് അമിഗോ എന്ന സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗൾഫ് നാടുകളിലെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ 3 ദിവസത്തെ സിനിമയുടെ UAE GCC കളക്ഷൻ മാത്രം 1 കോടി പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 4-ാം ദിവസമായി ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 40 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ടായ സിനിമയ്ക്ക് ഇന്ന് 15 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2.5 കോടി രൂപയ്ക്ക് മുകളിലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടി ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് ആകെ 4 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആസിഫ് സുരാജ് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.